അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാനികളെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു വചനമാണ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. തീർച്ചയായിട്ടും താങ്കളെ മനുഷ്യർക്കുള്ള ഇമാമാക്കി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, മനുഷ്യർക്കുള്ള നേതാവായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരണത്തിൻ്റെ പല കാര്യങ്ങളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചപ്പോൾ അതെല്ലാം പൂർണ്ണമായ നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. വഇദ് ബുതുലിയ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന അതെല്ലാം കൃത്യമായ നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലോകമനുഷ്യർക്കുള്ള ഇമാമായിട്ട് അങ്ങയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഇബ്തലാഹുല്ലാഹു എന്ന് പറഞ്ഞാൽ ബിത്തഹാറത്തി, ശുദ്ധീകരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചു എന്നുള്ളതാണ്. ആദ്യമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശസ്തനായ സഹാബി സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവ്വലു മൻ ഇഖ്തതന, ആദ്യമായി മാർക്കം കഴിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മറ്റു പ്രവാചകന്മാരെല്ലാം മാർക്കം കഴിക്കപ്പെട്ട നിലയിലാണ് ഭൂമി ലോകത്തേക്ക് വന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ ലോകമനുഷ്യർക്ക് പിൻപറ്റപ്പെടാൻ പറ്റുന്ന രീതിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യമായി മാർക്കം കഴിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവ്വലുമൻ കലമൽ അൽഫാർ, ആദ്യമായി നഖം മുറിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അവ്വലുമൻ ഖസ്സശാരിബ, മീശ വെട്ടി ഒതുക്കുന്നതും ആദ്യമായി ചെയ്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അങ്ങനെ ശുദ്ധീകരണത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ മാതൃകയുണ്ട്. വായു ഉപ്പിളിക്കുന്ന വിഷയം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന വിഷയം, പല്ല് തേക്കുന്ന വിഷയം, മുടി ചീകുന്ന വിഷയം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നഖം വെട്ടുന്ന വിഷയം, ഹൽഖുൽ ആനത്ത്, ഗുഹ്യഭാഗത്തെ രോഗം മാറ്റുന്ന വിഷയം, അതുപോലെ തന്നെ കക്ഷ ഭാഗത്തുള്ള രോഗം മാറ്റുന്ന വിഷയം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലെല്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ നമുക്ക് മാതൃകയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അങ്ങയെ നാം ഇതാ മനുഷ്യർക്കുള്ള ഇമാമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ബഹുമാനികളെ, ശുദ്ധീകരണത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ മാതൃകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നാം എന്നും അനുവർത്തിച്ചു കൊണ്ടുവരുന്ന ശുദ്ധീകരണത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതൃകയാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകനെ പിൻപറ്റി ജീവിച്ച നല്ല മനുഷ്യരിൽ, നല്ല മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.